ഡ്രോണുകൾ, UAVകൾ എന്നീ പദങ്ങൾ പരസ്പരം നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്നു. ഡ്രോൺ എന്നത് ഡൈനാമിക് റിമോട്ട്ലി ഓപ്പറേറ്റഡ് നാവിഗേഷൻ എക്യുപ്മെന്റ് എന്നാണ്. അതായത് മനുഷ്യർ ഡ്രോണുകളെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. അതേസമയം അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ഫ്ലൈറ്റ് പാതയിലൂടെ അൺക്രൂഡ് ഫ്ലൈറ്റ് നടത്താൻ കഴിയും. ആവശ്യമെങ്കിൽ മിഷൻ പാരാമീറ്ററുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും കഴിയും. ഡ്രോൺ എന്ന പദം സാധാരണയായി വിനോദത്തിനായി ഉപയോഗിക്കുന്ന ചെറുതോ ഇടത്തരവുമായ ക്വാഡ്കോപ്റ്ററുകളെ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ചില സ്വയംഭരണ ശേഷികളുള്ള കാമിക്കസ് ഡ്രോണുകൾക്കും ഈ പദം ഉപയോഗിച്ചു പോരുന്നു. ഡ്രോൺ എന്നതൊരു പഴയ പദമാണ്. ഇന്ന് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങൾക്ക് UAV എന്ന പദം ഉപയോഗിച്ചു പോരുന്നു. ഏതൊരു UAVയുടെയും പ്രാഥമിക ലക്ഷ്യം ഐസ്റ്റാർ അഥവാ ഇന്റലിജൻസ്, നിരീക്ഷണം, ടാർഗറ്റ് ഏറ്റെടുക്കൽ, രഹസ്യാന്വേഷണം എന്നിവയാണ്. കൃത്യമായ സ്ട്രൈക്കുകൾ നടത്താനും ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അടിച്ചമർത്താനും സായുധ UAVകൾ ഉപയോഗിച്ചു പോരുന്നു. അവ യുദ്ധവിമാനങ്ങളെക്കാൾ വില കുറഞ്ഞതും നമ്മുടെ പൈലറ്റുമാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധത്തിന്റെ ആദ്യ നിരയായും പ്രവർത്തിക്കുന്നു. ആദ്യമായി നമുക്ക് മിഷൻ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുള്ള വിവിധ UAVകളെ പറ്റി ഒന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി ടാർഗറ്റ് ആൻഡ് ഡീകോയി. ഗ്രൗണ്ട് ഏരിയൽ സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചോ അല്ലെങ്കിൽ ശത്രു മിസൈൽ അല്ലെങ്കിൽ ഒരു വിമാനത്തിൽ നിന്നോ നമ്മുടെ സ്വത്തുക്കളെ സംരക്ഷിക്കുന്നതിനായി ഡീകോയ് വിക്ഷേപിക്കുകയാണ് ഇവയുടെ പ്രധാന ദൗത്യം. രണ്ടാമതായി റീകണൈസൻസ് UAVകൾ. യുദ്ധഭൂമിയിലെ രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. മൂന്നാമതായി കോമ്പാറ്റ് UAVകൾ. ഉയർന്ന അപകട സാധ്യതയുള്ള ചില ദൗത്യങ്ങൾക്ക് ആക്രമണശേഷി നൽകുക എന്നതാണ് ഇവയുടെ പ്രധാന ദൗത്യം. കൃത്യതയാർന്ന സ്ട്രൈക്കുകളും കാമിക്കെ ശൈലിയിലുള്ള ആക്രമണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. നാലാമതായി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് UAVകൾ. നിലവിലുള്ള UAV സാങ്കേതിക വിദ്യകൾ പരിഷ്കരിക്കുന്നതിനും UAV സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾ സൃഷ്ടിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു. അഞ്ചാമതായി ട്രാൻസ്പോർട്ട് UAVകൾ. വിദൂര പ്രദേശങ്ങളിലുള്ള സൈനികർക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. ആറാമതായി സ്വാം ഡ്രോണുകൾ. ഗണ്യമായ എണ്ണം UAVകൾ ശത്രുവിനെ കീഴടക്കുന്നതിന് സ്വയംഭരണപരമായി സമന്വയത്തിൽ പ്രവർത്തിക്കുന്നതിനെ സ്വാം ഡ്രോണുകൾ എന്ന് വിളിക്കുന്നു. ഏഴാമതായി ലോയിറ്ററിംഗ് മ്യൂണിഷനുകൾ. ശത്രു പ്രതിരോധത്തെ അടിച്ചമർത്താൻ പ്രധാനമായി ഉപയോഗിക്കുന്ന കാമിക്കെ ശൈലിയിലുള്ള അല്ലെങ്കിൽ ആത്മഹത്യാ ഡ്രോണുകളാണിവ. അടുത്തതായി സൈസ് അനുസരിച്ചുള്ള വിവിധ UAVകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി 150 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള നാനോ, മൈക്രോ, മിനി, സ്മാൾ UAVകൾ. രണ്ടാമതായി 150 മുതൽ 600 കിലോഗ്രാം വരെ ഭാരമുള്ള ടാക്ടിക്കൽ UAVകൾ. മൂന്നാമതായി 600 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് എന്നീ ക്ലാസ് UAVകൾ ഉൾപ്പെടുന്നു. ഇനി നമുക്ക് ഇന്ത്യയുടെ കൈവശമുള്ള അതിനൂതന UAVകളെ പറ്റി ഒന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി HEAT അഥവാ ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ്. 2021 ഒക്ടോബർ 22 ഇന്ത്യ DRDO അഭ്യാസ് വിജയകരമായി പരീക്ഷിച്ചു. എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് രൂപകൽപ്പന ചെയ്ത DRDO അഭ്യാസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത്. ശത്രു വിമാനങ്ങളെ അനുകരിക്കാനും വികസിപ്പിക്കുന്ന വിവിധ മിസൈലുകളെ സാധൂകരിക്കാനും നിലവിലുള്ള മിസൈൽ സാങ്കേതിക വിദ്യകൾ സാധൂകരിക്കാനും ഇത് ഉപയോഗിച്ചു പോരുന്നു. രണ്ടാമതായി രുസ്തം ഡ്രോണുകൾ. DRDO രുസ്തം 1 എന്നതൊരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻട്രൻസ് ക്ലാസ് UAV ആണ് എന്നത് കൂടാതെ ഇവ NALന്റെ ലൈറ്റ് കനാഡ് റിസർച്ച് എയർക്രാഫ്റ്റ് അടിസ്ഥാനമാക്കിയുള്ളതുമാണ്. ഇന്ത്യൻ ആർമിയുടെ സേവനത്തിലുള്ള ഹെറോൺ UAVക്ക് പകരമല്ലെങ്കിൽ അനുബന്ധമായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. രുസ്തം 1 ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ ആയിരുന്നു. അതിനാൽ രുസ്തം 1 ഡ്രോണിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആർച്ചർ UAV. നവീകരിച്ച രുസ്തം 1 അല്ലെങ്കിൽ ആർച്ചർ UAVക്ക് 12 മണിക്കൂർ എൻഡുറൻസും ഓട്ടോ ടേക്ക് ഓഫ് ലാൻഡിംഗ് ശേഷികളോടെ 220 കിലോമീറ്ററിന്റെ റേഞ്ചും ഉണ്ടാകും. ആർച്ചർ UAV ഉടൻ തന്നെ പരീക്ഷിക്കാൻ DRDO പദ്ധതിയിടുന്നു. ടാക്ടിക്കൽ എയർബോൺ പ്ലാറ്റ്ഫോം ഫോർ ഏരിയൽ സർവൈലൻസ് ബിയോണ്ട് ഹൊറിസോൺ 201 അല്ലെങ്കിൽ തപസ് BH-201 ആണ് പുതിയതായി നാമകരണം ചെയ്യപ്പെട്ട രുസ്തം 2. അമേരിക്കൻ പ്രിഡേറ്റർ ഡ്രോണുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഈ UAVകൾ. 2021 ഡിസംബർ 16 നടന്ന അതിന്റെ ഏറ്റവും പുതിയ പരീക്ഷണത്തിൽ 25,000 അടിയുടെ ആൾട്ടിറ്റ്യൂഡും 10 മണിക്കൂർ എൻഡുറൻസും എന്ന നാഴികക്കല്ല് വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഇത് ATOL സാറ്റ്കോം കഴിവുകളുള്ള ഒരു സായുധ UAV ആണ്. ഇതൊരു 220 HP ഡീസൽ എഞ്ചിനിൽ പ്രവർത്തിക്കുന്നതിനാൽ രുസ്തം 2 കൂടുതൽ ഇന്ധനക്ഷമതയുള്ളതാകുന്നു. മൂന്നാമതായി DRDO സ്വിഫ്റ്റും ഘാതക് UCAVയും. സ്റ്റെൽത്ത് വിംഗ് ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡ് അഥവാ സ്വിഫ്റ്റ് എന്നത് ഘാതക് UCAV പ്രോഗ്രാമിന്റെ ഒരു സാങ്കേതിക പ്രകടനമാണ്. 2021 ജൂണിലാണ് സ്വിഫ്റ്റ് പ്രോട്ടോടൈപ്പിന്റെ ഗ്രൗണ്ട് ട്രയൽ ആരംഭിച്ചത്. ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകൾക്കായി സ്വിഫ്റ്റിന്റെ ഒരു നേവൽ വകഭേദം ഡെക്ക് അധിഷ്ഠിത UCAV ആയി ഉപയോഗിക്കും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വിങ്മാൻ ഡ്രോണായും ഇന്ത്യൻ സൈന്യത്തിന്റെ ബോംബർ ഡ്രോണായും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. സ്വിഫ്റ്റിന് 200 കിലോമീറ്റർ റേഞ്ചും ഫ്ലൈറ്റ് എൻഡുറൻസ് 1 മണിക്കൂറും പരമാവധി ഉയരം 6 കിലോമീറ്ററും ഉണ്ടാകും. സ്വിഫ്റ്റ് അധിഷ്ഠിത ഘാതക് UCAVക്ക് പരമാവധി 15 ടൺ ടേക്ക് ഓഫ് വെയിറ്റ് ഉണ്ടാകും. ഇതൊരു സ്റ്റെൽത്ത് രൂപകൽപ്പനയും ആന്തരിക ആയുധ ബേയും അവതരിപ്പിക്കുന്നു.
കൂടാതെ AMCക്കായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ ഈ പ്രോഗ്രാമിലേക്ക് സംയോജിപ്പിക്കും. ഖാദക് UAVയുടെ ആദ്യ ഫ്ലൈറ്റ് 2024 നടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. നാലാമതായി ഇന്തോ അമേരിക്കൻ സംയുക്ത ALUAV ടാർഗറ്റ് ഡ്രോൺ. 2021 ജൂലൈ 30 ഡിഫൻസ് ടെക്നോളജി ആൻഡ് ട്രേഡ് ഇനിഷ്യേറ്റീവിന് കീഴിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും പ്രതിരോധ വകുപ്പുകൾ തമ്മിൽ ഈ പദ്ധതി ഒപ്പുവെച്ചു. ഈ പ്രോജക്ടിന് കീഴിൽ DRDOയും അമേരിക്കൻ AFRLും ചേർന്നൊരു എയർ ലോഞ്ച്ഡ് UAV രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യൻ വ്യോമസേനയുടെ C-17, C-130J, ഒരു പക്ഷേ ഭാവിയിലെത്തുന്ന C-295 വിമാനങ്ങൾ എന്നിവയുടെ ലോഡിംഗ് ബേയിൽ നിന്നാണ് ഈ UAVകൾ വിക്ഷേപിക്കുക. അതായത് ഗതാഗത വിമാനങ്ങൾ ഈ ALUAVയുടെ മദർഷിപ്പായി പ്രവർത്തിക്കുന്നു. അഞ്ചാമതായി HAL കാറ്റ്സ് വാരിയർ. എയ്റോ ഇന്ത്യ 2021 കാറ്റ്സ് വാരിയർ ലോയൽ വിങ്മാൻ പ്രോജക്ട് അനാച്ഛാദനം ചെയ്തു. ഇന്ത്യൻ വ്യോമസേനയുടെ നിലവിലുള്ള യുദ്ധവിമാനങ്ങളുമായി സഹകരിക്കുന്ന ഒരു സ്വയംഭരണ വിങ്മാൻ ഡ്രോണാണിത്. അതായത് ജെറ്റുകൾ ഒരു മദർഷിപ്പായി പ്രവർത്തിക്കുകയും കാറ്റ്സ് വാരിയറിനെ നിയന്ത്രിക്കുകയും ചെയ്യും. ഇതൊരാളില്ലാ സംവിധാനമായതിനാൽ മദർഷിപ്പ് തത്സമയം ഇവയുടെ മിഷൻ പാരാമീറ്ററുകൾ സജ്ജമാക്കും. എയർ ടു എയർ റോളിനായി ഇത് നെക്സ്റ്റ് ജനറേഷൻ ക്ലോസ് കോമ്പാറ്റ് മിസൈൽ വഹിക്കുന്നു. അതോടൊപ്പം എയർ ടു ഗ്രൗണ്ട് റോളിൽ ഇത് സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പണും വഹിക്കുന്നു. ഇവയിൽ ഒരു AES റഡാർ സജ്ജീകരിച്ചിരിക്കുന്നത് കൂടാതെ 2 HTFE-25 എഞ്ചിനുകളായിരിക്കും ഇത് പ്രവർത്തിപ്പിക്കുക. ഇതിന് 1500 കിലോമീറ്റർ റേഞ്ചും പരമാവധി 2100 കിലോഗ്രാമിന്റെ ടേക്ക് ഓഫ് ഭാരവും ഉണ്ടായിരിക്കും. ഇതൊരു ആന്തരിക ആയുധ ബേ ഫീച്ചർ ചെയ്യുകയും പരമാവധി വേഗത മാക് 0.9 എത്തുകയും ചെയ്യും. ആറാമതായി ട്രാൻസ്പോർട്ട് UAV അല്ലെങ്കിൽ കാർഗോ UAV. ഗതാഗത UAVകളുടെ വികസനത്തിന് വിപുലമായ സാധ്യതകളുണ്ട്. ഈയിടെ DRDO യങ് സയന്റിസ്റ്റ് ലാബ് ഇന്ത്യൻ സൈന്യത്തിനായി ട്രാൻസ്പോർട്ട് ഡ്രോണുകൾ വികസിപ്പിക്കാനുള്ള ഉദ്ദേശം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യക്ക് വിശാലമായ അതിർത്തികളുണ്ട്. സാധനങ്ങൾ എത്തിക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യത അതിനാൽ വളരെ വലുതാണ്. അതോടൊപ്പം ഇന്ത്യൻ നാവികസേനയ്ക്ക് റിപ്ലിനിഷ്മെന്റ് കപ്പലുകളുടെ നല്ല ആവശ്യമുണ്ട്. ഗതാഗത UAVകൾ വഴി ഈ പങ്ക് എളുപ്പത്തിൽ നിറവേറ്റാനാകും. പല സ്വകാര്യ കമ്പനികളും ഗതാഗതത്തിനായി UAVകൾ വികസിപ്പിക്കുന്നുണ്ട്. RUAV 200 വികസിപ്പിക്കാനുള്ള ഉദ്ദേശം HAL പോലും പ്രഖ്യാപിച്ചിരുന്നു. ഏഴാമതായി സർവെയിലൻസ് UAVകൾ. അടുത്തിടെ ഐഡിയ ഫോർജ് അവരുടെ സ്വിച്ച് ടാക്ടിക്കൽ UAVകൾക്കായി ഒന്നിലധികം ഓർഡറുകൾ നേടിയിരുന്നു. നിർഭാഗ്യവശാൽ സായുധ സേനയുടെ ഇന്റലിജൻസ് കഴിവുകൾ ഗുരുതരമായി കുറവായതിനാൽ ഈ വിടവ് നമ്മുടെ നിരീക്ഷണ UAVകൾ വഴി നികത്താനാകും. അടുത്തിടെ പ്രഖ്യാപിച്ച DRDO ഹെയിൽ, HAL കാറ്റ്സ് ഹെയിൽ എന്നിവയ്ക്ക് രഹസ്യാന്വേഷണ മേഖലയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാനാകും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഐസ്റ്റാർ വിമാനങ്ങളുടെ കടുത്ത ക്ഷാമമുള്ളതിനാൽ ഈ UAVകൾക്ക് ഈ വിടവ് നികത്താനാകും. അതോടൊപ്പം കാറ്റ്സ് പ്രോഗ്രാമിലെത്തുന്ന കാറ്റ്സ് ഇൻഫിനിറ്റി സ്യൂഡോ സാറ്റലൈറ്റ് പ്രധാന നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കും ഉപയോഗിക്കാനും സാധിക്കും. എട്ടാമതായി മിഡ് എയർ റീഫ്യൂവലിംഗ് UAVകൾ. മിഡ് എയർ റീഫ്യൂവലർ വിമാനങ്ങളുടെ കടുത്ത ക്ഷാമം ഇന്ത്യൻ വ്യോമസേന അഭിമുഖീകരിക്കുന്നു. അടുത്തിടെ ബോയിങ് അവരുടെ സ്വയംഭരണാധികാരമുള്ള മിഡ് എയർ റീഫ്യൂവലിംഗ് UAVകൾ പരീക്ഷിച്ചിരുന്നു. ഈ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിനും പ്രവർത്തനശേഷികൾ മെച്ചപ്പെടുത്തുന്നതിനും DRDOയും സ്വന്തമായി ഒരു മിഡ് എയർ റീഫ്യൂവലിംഗ് ഡ്രോൺ വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നു. ഇത് വില കുറഞ്ഞതും കൂടുതൽ പ്രായോഗികവുമായ ഓപ്ഷനായിരിക്കും. ഇന്ത്യൻ നാവികസേനയ്ക്ക് ഈ സംവിധാനങ്ങൾ കാരിയർ കര അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല ഈ വില കുറഞ്ഞ സംവിധാനങ്ങൾ വലിയ അളവിൽ വാങ്ങാനും വിന്യസിക്കാനും ഇന്ത്യൻ വ്യോമസേനയ്ക്കും കഴിയും. ഒൻപതാമതായി ആന്റി സബ്മറൈൻ വാർഫെയർ UAVകൾ. ഇന്ത്യൻ നാവികസേനയുടെ ആന്റി സബ്മറൈൻ വാർഫെയർ കഴിവുകളിൽ ഗുരുതരമായ ചില പോരായ്മകൾ നേരിടുന്നുണ്ട്. ചൈനയുടെ അന്തർവാഹിനികളുടെ ഫ്ലീറ്റുകൾ വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇത് ആശങ്കാജനകമാണ്. ദക്ഷിണ ചൈന കടൽ മേഖലയിൽ ചൈന തങ്ങളുടെ ഉദ്ദേശം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം അന്തർവാഹിനികളിൽ ചിലത് ചൈന പാകിസ്ഥാനും നൽകുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ P-8I വിമാനങ്ങൾക്കുള്ള കരാർ റദ്ദാക്കപ്പെട്ടതിനാൽ നമ്മുടെ ആന്റി സബ്മറൈൻ വാർഫെയർ കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. DRDOയുമായി സഹകരിച്ച് നാവികസേനയ്ക്ക് ഖാദക് UAVയുടെ ഒരു ആന്റി സബ്മറൈൻ വാർഫെയർ വേരിയന്റ് വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നു. ഇവ ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യൻ നാവികസേന പദ്ധതിയിടുന്നു. പത്താമതായി ഇലക്ട്രോണിക് വാർഫെയർ UAVകൾ. LCA തേജസിന്റെ ഇലക്ട്രോണിക് വാർഫെയർ പതിപ്പ് നിർമ്മിക്കാനുള്ള പദ്ധതി HAL അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ HAL കാറ്റ്സ് ലോയൽ വിങ്മാന്റെ ഒരു ഇലക്ട്രോണിക് വാർഫെയർ പതിപ്പ് വികസിപ്പിക്കാനും ഇന്ത്യ പദ്ധതിയിടുന്നു. ഇവ വില കുറഞ്ഞതായതിനാൽ കൂടുതൽ എണ്ണത്തിൽ വിന്യസിക്കാൻ കഴിയും. ഇവ ഇന്ത്യൻ വ്യോമസേനയുടെ ഇലക്ട്രോണിക് വാർഫെയർ കഴിവുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടുതൽ ലാഭകരമാക്കുകയും ചെയ്യും. 11ാമതായി മൈക്രോ നാനോ UAVകൾ. ഗോൾഡൻ ഹോക്ക്, പുഷ്പക്, ബ്ലാക്ക് കൈറ്റ് എന്നിവയാണ് ഇന്ത്യൻ സായുധ സേനയ്ക്കായി NALും ADയും ചേർന്ന് വികസിപ്പിച്ച മൈക്രോ ഡ്രോണുകൾ. ഇവ തത്സമയ ഫീഡ് നൽകാനും മൊത്തത്തിലുള്ള പ്രവർത്തന അവബോധം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. എന്നിരുന്നാലും സാങ്കേതിക വിദ്യയിലെ പുരോഗതിക്കൊപ്പം ഈ ഡ്രോണുകൾ വളരെ ചെറുതും കൂടുതൽ കാര്യക്ഷമമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. 12ാമതായി സ്വാം ഡ്രോണുകൾ.
അടുത്തിടെ ഇന്ത്യൻ സൈന്യം സ്വാം ഡ്രോണുകൾക്കായി ഒരു ഓർഡർ നൽകിയിരുന്നു. ഈ സ്വാം ഡ്രോണുകൾക്ക് ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തെ കീഴടക്കാനും അങ്ങനെ അവയെ നിർവീര്യമാക്കാനും കഴിയും. എന്നിരുന്നാലും ഈ മേഖലയിൽ ഇനിയും വളരെയധികം ഗവേഷണം ആവശ്യമാണ് എന്നതുകൂടാതെ നിരവധി സംവിധാനങ്ങൾ ഇനിയും വികസിപ്പിക്കേണ്ടതുണ്ട്. ഭാവിയിൽ കപ്പലുകൾ, വിമാനങ്ങൾ, ടാങ്കുകൾ, പേഴ്സണൽ കാരിയറുകൾ, ആയിരക്കണക്കിന് കൂറ്റൻ കാനിസ്റ്ററുകൾ എന്നിങ്ങനെയുള്ള ഏത് സംവിധാനത്തിലും ഇവയെ വിന്യസിക്കാൻ കഴിയും. ഈ രംഗത്ത് എന്തെല്ലാം മുന്നേറ്റങ്ങൾ ഇന്ത്യക്ക് നടത്താൻ കഴിയുമെന്ന് കാലത്തിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഈ സംവിധാനങ്ങൾ അടുത്ത തലമുറ യുദ്ധത്തിന്റെ ഭാവിയായിരിക്കുന്നതിനാൽ ഇന്ത്യ ഈ മേഖലയിൽ നിക്ഷേപം നടത്തുകയും അതിന്റെ വ്യവസായങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യേണ്ട സമയമാണിത്. നമ്മുടെ ഇന്നത്തെ സംവിധാനങ്ങൾ കാലഹരണപ്പെടുന്നതിനാൽ ഗവൺമെന്റ് ഇത് മനസ്സിലാക്കുകയും ശരിയായ ദിശയിൽ നടപടികൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഇസ്രായേൽ, അമേരിക്ക തുടങ്ങിയ പല രാജ്യങ്ങളുടെയും UAVകൾ നമ്മൾ നിലവിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ തദ്ദേശീയ ആയുധങ്ങൾ നമ്മുടെ സേനകളുടെ കഴിവ് മികച്ചതാക്കും. അതിനാൽ നിലവിൽ ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾക്കായി ഫണ്ട് മാറ്റിവെക്കുകയും കൂടുതൽ അളവിൽ തദ്ദേശീയ ആയുധങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്നു.